കൊച്ചി പട്ടിമറ്റത്ത് വളർത്തുനായയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ ഉടമസ്ഥനെ രക്ഷിക്കാൻ പിന്നെ അഗ്നിരക്ഷാസേന എത്തേണ്ടി വന്നു. സുൽഫിക്കറിന്റെ ലാബ്രഡോർ നായയാണ് പട്ടിമറ്റം പഴന്തോട്ടം ബിന്ദു രാജുവിന്റെ കിണറ്റിൽ വീണത്. തുടർന്ന് നായയെ രക്ഷിക്കാൻ സുൽഫിക്കർ കിണറ്റിലിറങ്ങിയെങ്കിലും തിരിച്ചു കയറാൻ കഴിയാതെ കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് പട്ടിമറ്റം അഗ്നിശമന സ്റ്റേഷനിലെ ഓഫീസർ NH അസൈനാരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് സുൽഫിക്കറിനെയും നായയെയും രക്ഷപ്പെടുത്തിയത്. തത്സമയം റിയ ബേബി ചേരുകയാണ്. റിയ, ഗുഡ് മോർണിംഗ്. ഈ പട്ടിയെ എങ്ങനെയാണ് ഈ മറ്റൊരു ആളിൻ്റെ കിണറ്റിലേക്ക് വീണത്? മാത്രമല്ല, ഈ നായയെ രക്ഷിക്കാനായിട്ട് ഉടമ ഇറങ്ങിയപ്പോൾ അവിടെ വായുവിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ തിരിച്ച് കയറാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളോ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ നായയെ രക്ഷിക്കാനായി ഇറങ്ങി എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. അതൊരു ബുദ്ധിമോശമായിപ്പോയി എന്ന് വേണം പറയാൻ. പലപ്പോഴും നമ്മളത് പറയാറില്ലേ, അങ്ങനെ സുരക്ഷ ഓർക്കാതെ ഇറങ്ങരുത് എന്ന്, അല്ലേ റിയ? അതെ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഇതൊന്നും നമ്മൾ നോക്കില്ല, എടുത്ത് ചാടുക തന്നെ ചെയ്യും. ഈ സുൽഫിക്കറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 വളർത്തു നായ്ക്കളാണ് സാക്ഷിയും കുരുപ്പനും. ഇതിൽ സാക്ഷിയാണ് കിണറ്റിലേക്ക് വീണത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ സുൽഫിക്കർ ഈ 2 പേരെയും അങ്ങനെ കൂട്ടിനകത്ത് അടച്ചിട്ട് വളർത്താറുള്ളതല്ല. വീടിൻ്റെ ഗേറ്റ് അടയ്ക്കും, വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ 2 പേരും കറങ്ങി നടക്കും, തിരിച്ച് വീടിനകത്തേക്ക് കയറും. അങ്ങനെയാണ് ഈ 2 പേരെയും വളർത്തുന്നത്. കുരുപ്പൻ ആ പേരിന് തന്നെ ഒരു കൗതുകമൊക്കെ ഉണ്ട്. അപ്പോൾ സുൽഫിക്കർ ഉറങ്ങുമായിരുന്നു, പക്ഷേ ഈ ഗേറ്റ് അങ്ങ് ക്ലോസ് ചെയ്തില്ല, തുറന്നു കിടക്കുകയായിരുന്നു. ഈ സമീപത്ത് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഈ 2 പേരും കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാനാണോ എന്നറിയില്ല. ഗേറ്റും തുറന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഈ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഈ സാക്ഷി വീഴുന്നത്. ഇത് കണ്ടപാടെ കുരുപ്പൻ നേരെ കുരച്ച് ബഹളം ഉണ്ടാക്കി വീടിൻ്റെ അകത്തേക്ക് വന്നു. സുൽഫിക്കർ നോക്കുമ്പോൾ ഭയങ്കര കുര. ഈ ബഹളം കേട്ട് സുൽഫിക്കർ എണീറ്റ് നോക്കുമ്പോൾ സാക്ഷി ആകപ്പാടെ ഒരു പരിഭ്രാന്തിയൊക്കെ കാണിക്കുന്നു, കുര നിർത്തുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് സുൽഫിക്കറിന് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ കിണറ്റിൽ വീണതാണെന്നോ സാക്ഷിക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്നൊന്നും മനസ്സിലായില്ല. ഈ കുരുപ്പൻ അവിടെ നിന്ന് കുരച്ച് ബഹളം ഉണ്ടാക്കി ഈ കിണറ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഓടുകയായിരുന്നു. അപ്പോൾ ഈ ബഹളം കേട്ട് അടുത്തുള്ള അയൽവാസികളും കൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ സുൽഫിക്കറും അയൽവാസികളും ഒക്കെ ഈ കുരുപ്പൻ ഓടിയതിൻ്റെ പിന്നാലെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ കിണറ്റിൻ്റെ അടുത്ത് നിന്ന് ഇവൻ നിർത്താതെ കുരയ്ക്കുന്നത്. ആ കിണറ്റിലേക്ക് നോക്കുമ്പോൾ സാക്ഷി ഇതാ ഈ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഏതാണ്ട് മുങ്ങാറായ നിലയിൽ മുങ്ങിയും പൊങ്ങിയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ സുൽഫിക്കറിന് മനസ്സിലായി കുറച്ചു നേരം കൂടി അങ്ങനെ തുടർന്നാൽ ഒരു അപകടമായിരിക്കും, അത് രക്ഷപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലായതോടെയാണ് ഒന്നും നോക്കാതെ സുൽഫിക്കർ നേരെ കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. പക്ഷെ തിരിച്ചു കയറാൻ അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ സാക്ഷിയെയും പൊക്കി പിടിച്ച് സുൽഫിക്കർ കിണറ്റിൽ തന്നെ നിന്നു. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു, അവരെത്തി 2 പേരെയും വല ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി. എടുത്തുചാട്ടമാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, അവരെ രക്ഷപ്പെടുത്താൻ മാത്രമേ നോക്കുള്ളൂ. അതാണ് അവിടെ സുൽഫിക്കറും ചെയ്തത്, നമ്മുടെ കുരുപ്പനും ചെയ്തത്. കുരുപ്പൻ ഈ സാക്ഷി കിണറ്റിൽ വീണു എന്നറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും സുൽഫിക്കറിനെ അവിടേക്ക് എത്തിക്കണം, സാക്ഷിയെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് കുറച്ച് ബഹളമുണ്ടാക്കി ആളുകളെയൊക്കെ കൃത്യമായി തന്നെ ആ കിണറ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ 2 പേരെയും സാക്ഷിയും സുൽഫിക്കറിനെയും രക്ഷപ്പെടുത്തിയത് കുരുപ്പനാണ് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ സംഭവത്തിൽ എല്ലാവരും അവിടെയുള്ള ആളുകളൊക്കെ ഹാപ്പിയാണ്, ആർക്കും പരിക്കുകളൊന്നും അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം കുരുപ്പൻ ഒരാളാണ്. ഇതിന്റെ ആ പേര് നല്ല രസമുണ്ട്. റിയ പറഞ്ഞതുപോലെ കുരുപ്പന്റെ കയ്യിലിരിപ്പിന് കിട്ടിയ പേരായിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ കുരുപ്പനായിരുന്നു ഈ പണി ഒപ്പിക്കേണ്ടത്. പക്ഷെ എന്നാലും ആള് പൊളിയാണ്. അതുകൊണ്ടാണല്ലോ കുറച്ച് ബഹളം ഉണ്ടാക്കി സാക്ഷിയുടെ അവസ്ഥ നാട്ടുകാരെ അറിയിച്ചു. ഒപ്പം സുൽഫിക്കർ കിണറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ സുൽഫിക്കറിന് തിരികെ കയറാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയും നാട്ടുകാരെ അറിയിച്ചതും കുരുപ്പനാണല്ലോ. പക്ഷേ സുൽഫിക്കറിനും ഒരു വലിയ സല്യൂട്ട് കൊടുക്കുന്നു. അത് മനുഷ്യനാണോ നായയാണോ എന്നതൊന്നും നോക്കാതെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇറങ്ങാൻ കാണിച്ച മനസ്സ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ബുദ്ധിമോശമായി പോയി. എന്തെങ്കിലും ഒരു അപകടം പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് സങ്കടമായി പോയതിനെ എല്ലാവർക്കും. ഒന്ന് കൈയൊടിയോ കാലൊടിയോ ചെയ്താൽ പോലും. അപ്പം അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് മറ്റെന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നുകയാണ്. പക്ഷേ അപ്പോഴും ഇനിയൊരു ഘട്ടത്തിലാണെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മനുഷ്യരൊക്കെ ഇത് തന്നെ ചെയ്യുമെന്ന്